ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽസൊക്കെ കളയാൻ വേണ്ടി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കളയണ്ട, ഈ ഒരു ഐഡിയ ചെയ്ത് നോക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ മേളത്തെ ആ ഒരു ഇത് എടുത്ത് മാറ്റണം. പിന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. ഞാനിപ്പോൾ ഇത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നെക്സ്റ്റായിട്ട് വേണ്ടത് ഇതുപോലത്തെ 2 വൂളൻ ത്രെഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 കളറിലുള്ള വൂളൻ ത്രെഡ്സ് എടുക്കാം. ഞാനിപ്പോൾ പിങ്കും പിന്നെ ഡാർക്ക് ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വൂളൻ ത്രെഡ് കൊണ്ട് ഇത് ചുറ്റി കൊടുക്കാം. ഞാൻ ആദ്യം ചുറ്റി കൊടുക്കുന്നത് ഡാർക്ക് ബ്ലൂ കളറിലുള്ള വൂളൻ ത്രെഡാണ്. അപ്പോൾ ഇതൊരു പകുതി വരെ ചുറ്റി കൊടുക്കണം. ഞാനിപ്പോൾ പകുതി വരെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിങ്കും നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളത് ഫുള്ളും ചുറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാൻ പിങ്കും ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതുപോലൊരു പെൻസിൽ എടുക്കാം. എന്നിട്ട് ഡാർക്ക് ബ്ലൂ കളറിലുള്ള ഒരു വൂളൻ ത്രെഡ് യൂസ് ചെയ്ത് ഈ കാണുന്ന പോലെ നമുക്ക് ചെയ്യാം. ഞാൻ പറയുന്നതിനേക്കാട്ടും ഇത് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലോണം ഇത് മനസ്സിലാവും. കണ്ട് ഇതുപോലെ ചുറ്റി കൊടുക്കണം. ഒരു 3/4 ഭാഗം വരെ ചുറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഒരു 3/4 ഭാഗം വരെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ ഒരു ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ആ ചുറ്റി കഴിഞ്ഞ് ബാക്കി വന്ന ആ ഒരു ത്രെഡ് നമുക്ക് ആ ഒരു റൗണ്ടിലോട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് നല്ലോണം അവിടെ ഇരുന്നോളും. ഇനി നമുക്ക് ഇത് പെൻസിലിൻ്റെ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ നമ്മളിത് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു അറ്റങ്ങൾ തമ്മിൽ ഇതുപോലെ കെട്ടിക്കൊടുക്കാം. 2 പ്രാവശ്യം കെട്ടിക്കൊടുക്കണം. എന്നിട്ട് ആ ബാക്കി വരുന്ന ത്രെഡ് നമുക്ക് മുറിച്ച് കളയാം. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ നടുക്കൊരു മുത്തുമെല്ലാം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നമ്മുടെ ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കാനായിട്ട് ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് പിങ്ക് കളറിലും കൂടെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കണം. അതും നമുക്ക് ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പം ബോട്ടിലിൽ പിങ്കും ബ്ലൂവും ത്രെഡ് ചുറ്റിയതുകൊണ്ടാണ് ആ കളറിലുള്ള ഫ്ലവർ ഉണ്ടാക്കിയത്. നിങ്ങൾ ചുറ്റുന്ന ആ കളറിലുള്ള പൂക്കൾ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ മേളിൽ നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഇട്ട് വയ്ക്കാം. ഫ്ലവർ വേസ് പോലെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ട്രൈഡ് പിക്സൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലോട്ട് അയച്ചു തരിക. ഇൻസ്റ്റഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഈ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പിന്നെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാം. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു ക്രാഫ്റ്റ് ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.